കോളേജുകൾ ഈ സമസ്തയുടെ 100-ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി തിരുവനന്തപുരത്തെത്തും. അല്ലാതെ ഇവിടുന്നൊക്കെ പാടെ ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല ഖൈർ തരട്ടെ. മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം, മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില്, മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല, അകമേ ഹൃദയത്തിനറയിലെ, പുറത്തല്ല അകമേ ഹൃദയത്തിനറയിലെ. മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം, മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില്, മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില്. നോക്കൂ, ഒരു പണ്ഡിതന് ഇത്രമേൽ തരം താഴാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു 100 നൂറ്റാണ്ട് കാലമായി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നാട്ടിവെച്ച ആ കുടി ഇന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലൂടെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാപ്രസ്ഥാനത്തെ ഉമ്മത്ത് ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹിയ എന്ന പേരിൽ നടന്നിട്ടുള്ള ഫണ്ട് ശേഖരണം നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയാണ് അതിലൂടെ സമാഹരിച്ചത്. വരുന്ന ഒരു തലമുറക്ക് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊക്കെ കണ്ട് ചില ആളുകൾക്കൊക്കെ വലിയ വിഭ്രാന്തിയും പരിഭവവും സങ്കടവും വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി മാത്രമാണ് സുന്നി സമൂഹം, സമസ്തയുടെ ആളുകൾ ഇതിനെ കാണുന്നത്. നോക്കൂ, മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ 100 ആണ്ട് തികഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന 2026 ഫെബ്രുവരിയിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്ര സ്മരണകൾ അലതല്ലുന്ന കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. ആ മഹത്തായ സമ്മേളനത്തെ, സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തെ പരിഹസിക്കുന്നത് ആ നാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രമേൽ മോശമായ അല്ലെങ്കിൽ എത്രമേൽ തരംതാഴ്ന്നൊരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുനിയ എന്നത് ഒരു നാടിൻ്റെ പേരാണ്. ആ നാടിനും ആ നാട്ടുകാർക്കും വലിയ മഹത്വമുണ്ട്. ആ നാടിനെ വെച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. കുനിയാനല്ല പോകേണ്ടത് എന്ന് ആ പേര് വെച്ചുകൊണ്ട് മഹത്തായ ഒരു മഹാന്റെ ഉറൂസിൽ വെച്ചുകൊണ്ട് സമസ്തയെ ട്രോളാൻ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത്, മനുഷ്യന് ഏറ്റവും മൂല്യവത്തായി ഉണ്ടാകേണ്ട ഒരു നന്മ എന്ന് പറയുന്നത് താഴ്മയാണ്, കുനിയലാണ്. ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ മുന്നിൽ കുനിയണം. അപ്പോഴേ മനുഷ്യന് ഉയർച്ചയുണ്ടാവും. ആ ഒരു ആദർശമാണ് ഈ ഉമ്മത്തിനോട് 100 കൊല്ലത്തോളമായി ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തിരുവചനമുണ്ട്, വമാ തവാല അഹദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്. താഴ്മ കാണിച്ചവനെ അള്ളാഹു ഉയർത്തിയിട്ടല്ലാതെ ഇല്ല എന്നാണ്. മനുഷ്യൻ എപ്പോഴും താഴണം, എല്ലായിടത്തും താഴണം. മനുഷ്യന് താഴ്മ വേണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഗുരുനാഥന്മാരുടെ മുന്നിൽ താഴ്മ കാണിക്കാൻ കഴിയണം. അങ്ങനെ താഴ്മ കാണിക്കുന്നവർക്ക് വിജയം ഉണ്ടാകും. നേരെ മറിച്ച് ഹൃദയം കൂറ്റൻ കരിമ്പാറ കണക്കെ കറുത്തുപോയവർക്കും എല്ലായിടത്തും അഹങ്കാരവും അഹംഭാവവും കാണിച്ചു പോയാൽ ഒന്നാമത്തെ അഹങ്കാരി ഇബ്ലീസാണ്. നമുക്കറിയാം, അവന് പരാജയമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം അതിൻ്റെ 100-ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുനിയയിൽ തന്നെ വളരെ താഴ്മയോടുകൂടി അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്ർ ചെയ്ത് കുനിഞ്ഞ് സുജൂദ് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ മഹത്തായ സമ്മേളനം അവിടെ നടക്കും. നിങ്ങളൊക്കെ അതിൽ പങ്കാളികളാകണം. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നേതൃത്വത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ.